വറുതിക്കാലത്തെ കടലമ്മയുടെ കൈകളാൽ ഭാഗ്യം വരുന്നത് കാത്തിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. സ്വർണമായോ വെള്ളിയായോ ചിലപ്പോൾ നാണയ രൂപത്തിലോ ആയിരിക്കും കടലമ്മ കനിയുക. മഴക്കാലത്ത് കോഴിക്കോട് ബീച്ചിലെ ഭാഗ്യാന്വേഷികളെക്കുറിച്ച് ഭവിഷ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്. മഴക്കാലം വറുതിയുടെ കാലമാണ്. കാലവർഷം തുടങ്ങിയാൽ മാസങ്ങളോളം മത്സ്യബന്ധനം മുടങ്ങും. എങ്കിലും കടൽ വിട്ടു പോവാൻ ഇവർ തയ്യാറല്ല. നാണയമായോ മോതിരങ്ങളായോ കടൽ കനിയുന്നതും കാത്തു നിൽക്കുകയാണ് ഒരു കൂട്ടം മനുഷ്യർ. ഉപജീവനം മുട്ടിയാലും കടൽ ഇവർക്ക് നൽകുന്നത് പ്രതീക്ഷ. അല്ല, ഞങ്ങൾക്ക് തൊഴിലിപ്പോഴില്ല. തൊഴിലില്ലാത്ത ഞങ്ങൾ വന്നാണ്. എന്തെങ്കിലും കിട്ടിയാൽ കുട്ടികളെ പോറ്റാലോ. നമ്മളില്ല ആരും വെച്ചാൽ കൊടുത്തല്ല. പല ആൾക്കാരുടെ പോയി പോകുന്നതാണ്. കക്കാമില്ലൊന്നല്ല. അതിങ്ങനെ നോക്കാം. കുറെ ഇങ്ങോട്ട് അപ്പൊ അതിനൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ട്. കിട്ടുന്നുള്ളത് കിട്ടിയില്ലെങ്കിൽ മരിക്കാനും പറ്റില്ല. ഓരോ തവണയും ആഞ്ഞടിച്ച തിരമാല പിൻവലിയുമ്പോൾ പ്രതീക്ഷയോടെ അവർ മണലിൽ തിരയും. ഒന്നും കിട്ടാതിരുന്നാൽ നിരാശയില്ലാതെ കാത്തിരിക്കും. കോഴിക്കോട് ബീച്ചിലെ മഴക്കാലത്തെ സ്ഥിരം കാഴ്ചയാണിത്. ബീച്ചിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഈ കാഴ്ച ഒരു നേരം പോക്ക് മാത്രമാണെങ്കിൽ അപ്പം കടലിൽ പോകില്ലല്ലോ നമ്മള്. അത് കഴിഞ്ഞാൽ ഇത് അങ്ങനെ വരും. എന്തെങ്കിലും ആവശ്യത്തിന് ഇവിടെ വരുമ്പോൾ ഇവിടെ ഇല്ല. രാവിലെ ഇതിപ്പോ ഒരു 1:30 വന്നാണ്. എന്നിട്ട് കിട്ടിയാണ്. മോതിരങ്ങളൊന്നും അങ്ങനെ കിട്ടില്ല. ചില നേരം ഒരു വെള്ളിന്റെ പാദസാരോ എല്ലാം കുറെ മുമ്പ് കിട്ടി. അത് ചിലക്കെല്ലാം കിട്ടിന് സ്വർണം. ഏതു വറുതിക്കാലത്തും കടലമ്മ കനിയുമെന്ന പ്രതീക്ഷയാണ് ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്ക്. നിധി കിട്ടിയാലും ഇല്ലെങ്കിലും എല്ലാ മഴക്കാലത്തും ഇവർ ഇവിടെ എത്തും. തിരമാലയുടെ രൂപത്തിൽ ഭാഗ്യം വരുന്നതും കാത്ത്. ജില്ലാ വാർത്തകൾക്ക് വേണ്ടി ബബിഷ.